മുസ്ലിം ലീഗ് സംസ്ഥാന നേതൃത്വം എടുത്ത ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു തീരുമാനമായിരുന്നു 3 ടേമിൽ കൂടുതൽ മത്സരിച്ചവർ സ്ഥാനാർത്ഥിയാകേണ്ടതില്ല. പ്രത്യേകിച്ച് നാദാപുരം മേഖലയിൽ 3 പേർക്കാണ് അങ്ങനെ ഇളവ് എടുത്തത്. അതിൽ അഷ്റഫ് കൊറ്റാല അടക്കമുണ്ട്. അത് വളർന്നു വരുന്ന പുതിയ ആളുകൾക്ക് ഒരു നിരാശ ഉണ്ടാക്കുന്ന ഒരു തീരുമാനമായി വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുണ്ടോ? വളരെ നല്ല തീരുമാനമാണ് സംസ്ഥാന കമ്മിറ്റി എടുത്തത്. ഞാൻ ആ തീരുമാനത്തെ 100% എന്ത് ചെയ്യുന്നു, അംഗീകരിക്കുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി തന്നെ പറഞ്ഞിട്ടുണ്ട്, ചില പ്രത്യേക സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയം എന്നുള്ളത് ഉപയോഗപ്പെടുത്തലാണ്. ചില പ്രത്യേക സമയങ്ങളിൽ ചിലരെ നമുക്ക് ഉപയോഗപ്പെടുത്തേണ്ടി വരും, പാർട്ടിക്ക് വീണ്ടും ആവശ്യമാണെന്ന് തോന്നും. അത് അതിൻ്റെ ഘടകങ്ങളുണ്ട്. ഈ സംഘടനാ സംവിധാനത്തിൽ മത്സരിക്കുന്ന വാർഡ് ഘടകങ്ങൾ, പഞ്ചായത്ത്, മണ്ഡലം കമ്മിറ്റി, ഇതിലൊക്കെ ബോധ്യപ്പെടുന്ന പക്ഷം അങ്ങനെ 100% പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, 100% ഐക്യകണ്ഠേന അങ്ങനെ ഒരു പേരൊക്കെ വന്നാൽ മാത്രമേ അംഗീകരിക്കപ്പെടുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും പാർട്ടി ചാനലിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട്, അതിവിടുന്ന് മുകളിലോട്ട് പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സംസ്ഥാന നേതൃത്വം ആ കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, മത്സരിക്കാനുള്ള സമ്മതം കിട്ടുന്നത്. അതിലൊന്നും പാർട്ടി വിരുദ്ധതയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ഒരു ഇടപെടലോ കാര്യങ്ങളൊന്നും അതിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മാത്രം, കാരണം വാണിമേലെ ഈ പ്രാവശ്യത്തെ പാശ്ചാത്തലം അങ്ങനെയാണ്. ഞങ്ങൾക്ക് ജനറൽ സീറ്റിലാകെ 2 സീറ്റ് മാത്രമേ ഇവിടെ ജനറൽ സീറ്റുള്ളൂ. ബാക്കിയെല്ലാം വനിതാ സംവരണമാണ്. അപ്പം പഞ്ചായത്ത് ഭരണവുമായി മുന്നോട്ട് പോകുന്ന കാര്യങ്ങൾ, ഈ പരിചയമുള്ള ആൾക്കാരുടെ സാന്നിധ്യം, ഇതൊക്കെ മുൻനിർത്തിയിട്ടാണ് വളരെ ഗഹനമായ ചിന്തയിലൂടെ അല്ലെങ്കിൽ അഭിപ്രായത്തിലൂടെ മുന്നോട്ട് പോവുകയും ഒറ്റക്കെട്ടായിട്ട് വാണിമേലിലെ എല്ലാ നേതൃത്വവും, ഇവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ വാർഡ് കമ്മിറ്റി മുതൽ സംസ്ഥാന ദേശീയ തലം വരെയുള്ള നേതാക്കന്മാരും എല്ലാവരും ഒത്തൊരുമിച്ചിട്ട തീരുമാനമാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തത്, ഇളവ് കിട്ടിയത്. ഗുണകരമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് യൂത്തന്മാർക്കുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്ക് അവിടെ ഒരു പ്രസക്തിയില്ല. വകയില്ല. പരിചയസമ്പന്നതയാണ് 17ാം വാർഡിൽ പ്രത്യേകിച്ച് നോക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ വാർഡിലുണ്ടായിരുന്ന പരിചയസമ്പന്നരായിരുന്ന അവിടുത്തെ നിലവിലുള്ള വാർഡ് മെമ്പറായിരുന്ന പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന MK മജീദിനെ മാറ്റിയിട്ടാണ് പുതിയൊരാൾ എന്നുള്ള രീതിയിൽ 3 ടേം പൂർത്തിയാക്കിയ കൊറ്റാല വരുന്നത്. അതിനെക്കുറിച്ച് അല്ല, പാർട്ടിക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലൊക്കെ പല ഘടകങ്ങളും പരിശോധിക്കും. പാർട്ടി പല ഘടകങ്ങളും പരിശോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യം മജീദ് കാൻഡിഡേറ്റാണ്, അതിന് മുമ്പ് മജീദ് കാൻഡിഡേറ്റാണ്, ഇപ്പം ഞാൻ കാൻഡിഡേറ്റാണ്. അങ്ങനെ ആരെങ്കിലും പ്രത്യേകമായിട്ട് നിൽപ്പിക്കണമെന്നോ അല്ലെങ്കിൽ ആരെങ്കിലും ഒഴിവാക്കണം നിൽപ്പിക്കണമെന്നോ എവിടെയും എന്ത് ചെയ്തിട്ടില്ല, ഇതില്ല. ചില പ്രത്യേക സാഹചര്യങ്ങൾ, ആ സാഹചര്യത്തിൻ്റെ കാര്യങ്ങൾ പ്രത്യേകമായി വിശകലനം ചെയ്തിട്ട് അതിലേതാണോ പാർട്ടിക്ക് ഗുണകരം അത് നോക്കിയിട്ടാണ്. അതുകൊണ്ട് ഒരാൾ മാത്രം യോഗ്യനും മറ്റുള്ളവരൊക്കെ അയോഗ്യരാണ്, ഒന്നിനും പറ്റാത്തവരാണെന്ന വീഴ്ചയൊന്നുമില്ല. അത് ഈ പ്രാവശ്യം അങ്ങനെ വന്നു. ഇനി അടുത്ത ടൈം ചിലപ്പോൾ ഇതായിരിക്കില്ല. എല്ലാവരും യോഗ്യന്മാരാണ്, ആരും അയോഗ്യരല്ല. അത്രയേ അതിലുള്ളൂ. എല്ലാവരും യോഗ്യന്മാരാണ്. വാണിമേൽ സംബന്ധിച്ചിടത്തോളം നേതാക്കന്മാരെ കൊണ്ട് സമ്പന്നമാണ് വാണിമേൽ ലീഗ്. അതുകൊണ്ട് വാണിമേൽ ലീഗിൽ ഒരാൾ മാത്രമല്ല, എല്ലാ ആൾക്കാരും അത് യോഗ്യന്മാരാണ്. പക്ഷേ ഒരാൾക്ക് മാത്രമേ അവസരം ഉണ്ടാക്കുകയുള്ളൂ.